കോക്രോച്ച് ജനതാ പാർട്ടി പാറ്റകൾ എങ്ങനെയാണ് ഇന്ത്യയിൽ ഇത്രയധികം സ്വാധീനം ചെലുത്തുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. വെറും 10 ദിവസം മാത്രമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെന്നുണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയ മൂവ്മെന്റ് ആണ് കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP. അപ്പൊ CJP എന്ന് പറയുന്ന ഒരു പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം BJPക്ക് ബദലായിട്ടാണ് ഈ ഒരു പ്രസ്ഥാനം രൂപീകൃതമായിരിക്കുന്നത്. അമേരിക്കയിൽ താമസമുറപ്പിച്ചിട്ടുള്ള ഇന്ത്യക്കാരനായിട്ടുള്ള അഭിജിത്ത് ദിപ്കെ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഒരു മൂവ്മെന്റിന് തുടക്കം കുറിക്കുന്നത്. അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു വെബ്സൈറ്റിൽ തുടങ്ങി ഇന്ന് 23 മില്യണോളം ആളുകളാണ് ആ ഒരു പേജ്, അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷിയായിട്ടുള്ള BJPക്ക് വെറും 8 മില്യൺ ഫോളോവേഴ്സേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഇടത്താണ് അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവുന്നത്. 23 മില്യൺ ആണ് നിലവിൽ അവരുടെ ആ ഒരു ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻസ്റ്റഗ്രാം ഫോളോവിങ്ങിലൂടെ മാത്രം നമുക്ക് ഇത്തരത്തിലൊരു വലിയൊരു സംഭവമാണെന്ന് ഇതിനെ പറയാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സാധിക്കും. കാരണം രാഷ്ട്രീയ മത സാമൂഹിക ഭേദമന്യേ CJP എന്ന് പറയുന്ന ഈ ഒരു മൂവ്മെന്റിനെ ഒരുവിധം ആളുകളൊക്കെ തന്നെ തുണയ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ CJP അഥവാ കോക്രോച്ച് ജനതാ പാർട്ടി രൂപീകൃതമാകാനായിട്ടുണ്ടായ സാഹചര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നടത്തിയിട്ടുള്ള ഒരു പരാമർശത്തിലൂടെയാണ് ഇത്തരത്തിൽ അഭിജിത്ത് ദിപ്കെ ഇത്തരത്തിലൊരു രാഷ്ട്രീയ മൂവ്മെന്റിന് തുടക്കം കുറിക്കുന്നത്. അതായത് ഇന്ത്യയിലെ യുവാക്കൾ അല്ലെങ്കിൽ യുവജനങ്ങള് തൊഴിലില്ലാത്തവരാണെന്നും അവര് പാറ്റകളെ പോലെയാണ് എന്നുമൊക്കെയാണ് സൂര്യകാന്ത് ഇത്തരത്തിൽ പരാമർശിക്കുന്നത്. തീർച്ചയായിട്ടും രോഷാകുലരായിട്ടുള്ള യുവാക്കൾ ഇത്തരത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ആ ഒരു മൂവ്മെന്റിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് അതിനെ കാണുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാലികമായിട്ടുള്ള ആ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ അപ്പുറം തന്നെ ഈ ഒരു കാര്യത്തിനകത്ത് മറ്റൊരു പ്രത്യേകതയും കൂടെയുണ്ട്. എന്തുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യയിലെ യുവാക്കള് പാറ്റകളെ പോലെ ജോലിയില്ലാത്തവരും കൂലിയില്ലാത്തവരുമായി തീരുന്നു എന്നുള്ളത് എന്തുകൊണ്ട് ഈ പറയുന്ന ഗവൺമെന്റ് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതും ഒരു ചോദ്യമായിട്ട് തന്നെ ഉയരുകയാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ട് നമുക്ക് ലഭിക്കേണ്ട കുറെ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ കുറെ അവകാശങ്ങളൊക്കെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ മാനിഫെസ്റ്റോയിൽ നമുക്ക് നേടിത്തരണം എന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ രാഷ്ട്രീയ കക്ഷികളിലുള്ളവരും എല്ലാ മതസംഘടനകളിലുള്ളവരും എല്ലാ സാമൂഹിക രീതിയിലുള്ളവരും എല്ലാ സംസ്കാരത്തിലുള്ളവരും ഈ ഒരു മൂവ്മെന്റിനെ പിന്തുണയ്ക്കുന്നുണ്ട്. അപ്പോൾ നിരക്ഷരരും അല്ലെങ്കിൽ ജോലിയില്ലാത്തവരും അതുമല്ലെന്നുണ്ടെങ്കിൽ ഫോണിൽ വെറുതെ തോണ്ടിക്കളിക്കുന്നവരുമായിട്ട് നമ്മുടെ യുവാക്കൾ മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ രാഷ്ട്രത്തിന്റെ കഴിവുകേട് തന്നെയല്ലേ എന്നുള്ള ഒരു ചോദ്യചിഹ്നം കൂടെയായിട്ടാണ് കോക്രോച്ച് ജനതാ പാർട്ടി ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിഷ്പക്ഷ രാഷ്ട്രീയതയുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരം ഒരു മൂവ്മെന്റിന്റെ ആവശ്യകത വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. കാരണം രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വളരെ മോശപ്പെട്ട ഒരു വ്യാഖ്യാനം മാത്രം കൊടുക്കാവുന്ന രീതിയിലേക്ക് ഇന്ത്യയിലെ രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അരാഷ്ട്രീയവാദത്തിന്റെ ഏറ്റവും ഉന്നത തലങ്ങളിലേക്ക് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊക്കെ ജോലിയില്ല, നമുക്ക് കൂലിയില്ല, നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവുകളുമൊക്കെ നമുക്ക് ഇതുപോലെ രാഷ്ട്രീയ മൂവ്മെന്റുകളിലൂടെയാണ് പുറത്തു കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിഷ്പക്ഷതയുടെ ആ ഒരു മുഖം മൂടി വലിച്ചെറിഞ്ഞ് ഞങ്ങളെല്ലാം കോക്രോച്ചുകളാണ് എന്ന് ഒരു ഉറച്ച തീരുമാനത്തിൽ നമുക്ക് ഈ ഒരു മൂവ്മെന്റിനോടൊപ്പം തന്നെ പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്വഭാവം ഇരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു മാറ്റം ഈ ഒരു മൂവ്മെന്റിലൂടെ